ഇപ്പൊ റീസെന്റ് ആയിട്ട് തൊപ്പിയായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തൊപ്പിയായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമുക്ക് 5000 രൂപ കിട്ടി, ആറാട്ടണ്ണന് 2000 രൂപ കിട്ടി. അപ്പൊ അതിൽ കുറച്ച് ആറാട്ടണ്ണായിട്ട് പണക്കത്തില്ല. ശോഭിതനായിരുന്നു ആറാട്ടണ്ണൻ, അതിനെങ്ങനെ നോക്കിക്കണ്ടു? അതിനെയും നോക്കി കാണുന്ന പറഞ്ഞാൽ പുള്ളിക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് വഴി ധാരാളം പൈസ കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം വഴി എനിക്ക് കിട്ടുന്നില്ല, എന്റെ അക്കൗണ്ട് വഴി എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് അതുകൊണ്ടാണോ തൊപ്പി 5000 രൂപ ആറാട്ടണ്ണൻ 2000? അതുകൊണ്ടല്ലല്ലോ, എനിക്ക് പെർഫോമൻസ് ഞാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് പൈസ തന്നത്, അല്ലാണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല. തൊപ്പി എങ്ങനെയുണ്ട്? തൊപ്പി അടിപൊളിയല്ലേ തൊപ്പി അടിപൊളിയാണ്. മെയിൻ സ്ട്രീമിൽ കാണുന്ന പോലെ അല്ല, ഒരു കഥാപാത്രമല്ല, പക്കാ ഡിസിപ്ലിൻ ഓറിയന്റഡ് ക്യാരക്ടറാണ്. കാശിലാരും മാത്രമല്ല, പുള്ളി എന്നെ 45 മിനിറ്റ് ശേഷമാണ് കയറ്റിയത്. പിന്നെ പുള്ളി പോസ്റ്ററിൽ വളരെ ചെറിയ ഫോട്ടോ ഇട്ടതല്ല, വിളിച്ചു വരുത്തി അപമാനിക്കുന്നില്ല. പുള്ളി വളരെ മണി മൈൻഡറാണ്. കാരണം വേറെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ നല്ല ഭയങ്കര കാശാവും ചെയ്യും, വളരെ മണി മൈൻഡറാണ്. പിന്നെ രാത്രി 12 മണിക്ക് ഉറക്കം വേറെ ഒരു നാച്ചുറലാണ്. ഞാൻ 8 മണിക്ക് പോയിട്ട് രാത്രി 3 മണിക്ക് തിരിച്ചു വന്നു. അവിടെ രൂപയുടെ കാര്യം മാത്രമല്ല, ഒരു പിറകെ കയറി 45 മിനിറ്റ് ശേഷം ഞാൻ പുറത്ത് നിൽക്കേണ്ടി വന്നു. പോസ്റ്ററിൽ ഇവരെല്ലാം ഫോട്ടോ വെച്ചിട്ട് എൻ്റെ മാത്രം ചെറുതേര് വെച്ചു. റോക്കി ബൈ വന്നപ്പോൾ പെരേരും ഉണ്ടായിരുന്നതാണ്. എന്തിനാട്ടെ എനിക്ക് തൊപ്പിയുടെ പെരേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പെരേരെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യലാണ് സാമ്പത്തികമായിട്ട് പല രീതിയിൽ. ചില വിശ്വസിക്കാൻ പറ്റാവുന്ന ആളല്ല, എപ്പോഴാണ് മാറ്റി പറയുന്നത് പറയാൻ പറ്റില്ല. പുള്ളി വളരെ സ്വാർത്ഥനും വക്കറിനും വന്ന വഴി മറക്കുന്ന ആളാണ്. പുള്ളിയായിട്ട് ബന്ധത്തിൽ ഇനിയും ഒരുപാട് തവണ സോറി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റും. പെരേര പറയണത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഇതിൽ നിന്നെല്ലാം വരുമാനം കിട്ടുന്നുണ്ട്, പെരേരയ്ക്ക് അവനും ഉണ്ടല്ലോ 15K ഉണ്ടല്ലോ. പിന്നെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റാത്ത ഒരാളാണ്. ആത്മാർത്ഥതയില്ല, മനുഷ്യത്വം ഇല്ല, അവൻ്റെ കാര്യം മാത്രം. അങ്ങനത്തെ ഒരാളായിട്ട് ഇനി ബന്ധപ്പെടാൻ താല്പര്യമില്ല. കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ?